നമസ്കാരം. ജാപ്പനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്സുകിയുടെ പ്രവചനത്തിൽ സൂചിപ്പിച്ച ദിവസമാണ് ജൂലൈ 5. ജപ്പാനിൽ പുലർച്ചെ 4:18 ഒരു മഹാദുരന്തം സംഭവിക്കും, മഹാനഗരങ്ങൾ കടലിൽ വീഴും എന്ന തരത്തിലുള്ള പ്രവചനം വന്നതിന് പിന്നാലെ 500-ലധികം ചെറുചലനങ്ങൾ തെക്കു പടിഞ്ഞാറൻ ടൊഗാര ദ്വീപിനെ പിടിച്ചുലച്ചത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആശങ്ക പരത്തിയിരുന്നു. എന്നാൽ തത്സുകിയുടെ പ്രവചന സമയം പിന്നിട്ടിട്ടും ജപ്പാനിൽ എവിടെയും വലിയ ദുരന്തങ്ങളൊന്നും അധികൃതർ റിപ്പോർട്ട് ചെയ്തില്ല. ജനങ്ങൾ എല്ലായിടത്തും സുരക്ഷിതരാണെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതോടെ തത്സുകിക്ക് നേരെ ആളുകൾ തിരിയുകയും ചെയ്തു. എന്നാൽ തത്സുകിയുടെ പ്രവചനം യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയെയാണ്. തത്സുകി ആരാധകർ ജപ്പാനിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ ദുരന്തം ടെക്സസിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. ഭയാനകമായ സുനാമിയാണ് റിയോ തത്സുകി പ്രവചിച്ചത് എങ്കിൽ അമേരിക്കയിലെ ടെക്സസിൽ നടന്നിരിക്കുന്നത് മിന്നൽ പ്രളയമാണ്. 24 പേർ മരണപ്പെടുകയും അനവധി പേരെ കാണാതാവുകയും ചെയ്ത ഈ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ 25ഓളം പെൺകുട്ടികളെ കാണാതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം നടുക്കവും പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ദുരന്തത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളും റദ്ദാക്കി. ടെക്സസിൻ്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമായി വീണ്ടും പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാണാതായവരെ സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത്. റിയോ തത്സുകിയുടെ പ്രവചനം ടെക്സസിൽ സംഭവിച്ചതായാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. അതേസമയം ടെക്സസിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നിരവധി ഹെലികോപ്റ്ററുകളും 500ഓളം രക്ഷാപ്രവർത്തകരും രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമുണ്ട്. സേനാ വിഭാഗങ്ങളും സജീവം. മരണസംഖ്യ കൂടാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടും ചെയ്യുന്നത്. ജപ്പാന്റെ ടൂറിസം മേഖലയെയും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയും ആശങ്കപ്പെടുത്തിയുമാണ് റിയോ തത്സുകി നേരത്തെ വൻ ദുരന്തം സംബന്ധിച്ച പ്രവചനം നടത്തിയത്. ഇതുമൂലം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വൻ തോതിലാണ് യാത്രകൾ ജപ്പാനിലേക്ക് ഒഴിവാക്കിയത്. വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കനുസരിച്ച് 50% ബുക്കിങ്ങുകളാണ് കുറഞ്ഞത്. സുനാമി ഉണ്ടാകുമെന്ന ഭയത്താലാണ് പലരും യാത്രകൾ ഒഴിവാക്കിയത്. 2025 ജൂലൈ 5 ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ 70 വയസ്സുകാരിയായ റിയോ തത്സുകി പ്രവചനം നടത്തിയത്. 2011 ജപ്പാനിലുണ്ടായ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും റിയോ തത്സുകി കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായി ജപ്പാൻ ജനത വിശ്വസിക്കുന്നതിനാൽ തന്നെ ഭയം ഭരണകൂടത്തിൽ പോലും പ്രകടമായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ പ്രാധാന്യത്തോടെയായിരുന്നു ഈ പ്രവചനം റിപ്പോർട്ട് ചെയ്തത്. റിയോ തത്സുകി കണ്ട സ്വപ്നം സ്ഥലം മാറി ടെക്സസിൽ സംഭവിച്ചതായ രൂപത്തിലാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനിലെ നിലവിലെ ശാസ്ത്രീയ രീതികൾ അനുസരിച്ച് ഭൂകമ്പത്തിൻ്റെ കൃത്യമായ സമയം അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ സ്കെയിൽ പ്രവചിക്കാൻ പ്രയാസമാണെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ ഭൂകമ്പ സുനാമി നിരീക്ഷണ വിഭാഗം ഡയറക്ടറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിയോ തത്സുകിയുടെ പ്രവചനത്തെ ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ജനങ്ങൾ.